എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്നും ഉയർന്നെണീക്കണം. ആരൊക്കെയാണോ നമ്മളെ പരിഹസിച്ചത് അവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്കും തരംതാഴ്ത്തലുകൾക്കുമിടയിൽ നാം പൊരുതി നേടുന്ന വിജയങ്ങൾ ഏറെ മധുരമുണ്ടാവും. അപരൻ അവസാനിക്കുന്നിടത്ത് അവനവൻ ആരംഭിക്കുമെന്ന വികല ചിന്തയാണ് വളർച്ച അസാധ്യമാക്കുന്നത്. ഒന്ന് മറ്റൊന്നിന് തുടർച്ചയാണ്. ഒന്നില്ലാതായാൽ മറ്റുള്ളവരിലും ആ നഷ്ടം പ്രകടമാകും. ഒരാളെ വിലയിരുത്തേണ്ടത് എങ്ങനെയാ? അയാൾ എന്തൊക്കെ സമ്പാദിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? അവ നേടിയെടുക്കാൻ അയാൾ എന്തു വില കൊടുത്തു എന്നതുകൂടി കണക്കു കൂട്ടേണ്ടേ? പരസ്യമാക്കാനൊക്കെ കഴിയുന്നത് നേർവഴിയിൽ സമ്പാദിച്ചവ മാത്രമേ ഉള്ളൂ. അത് സമ്പത്താണെങ്കിലും സന്തോഷമാണെങ്കിലും. വേഷത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ആരെയും ആർക്കും വിലയിരുത്താനാവില്ല. അങ്ങനെ വിലയിരുത്തുന്നവരും ഏതെങ്കിലും ഒരു നിറത്തിലുള്ളവരായിരിക്കും. എല്ലാം തികഞ്ഞ ഒരു സൃഷ്ടിയുമില്ല ഈ ലോകത്ത്. എന്നാൽ ഒരു അത്ഭുത ശേഷിയെങ്കിലും ഇല്ലാത്തവരായും ആരും ഉണ്ടാകില്ല. നമ്മളുമായി അധികം സൗഹൃദത്തിലില്ലാത്തയാളാകാം നമ്മളെക്കുറിച്ച് ഏറ്റവും അറിവുള്ളയാൾ. എന്നാൽ നമ്മളെ ഏറ്റവും വെറുക്കുന്നത് നമ്മൾ അടുത്തറിയുന്ന ആളുമായിരിക്കും. ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നു എന്നതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഇന്നിപ്പോൾ ഇവിടെ പുതിയൊരു തുടക്കമിടാൻ തയ്യാറുണ്ടോ എന്നതാണ് നിർണായകം. നിങ്ങളുടെ ജീവിതം വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടിയായിരിക്കട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങൾ വിചാരിക്കുന്നത് വിഡ്ഢികളാണ്. ജീവിതത്തിൽ ഒരാൾ എത്തിപ്പെട്ട സ്ഥാനം കൊണ്ടല്ല വിജയിക്കാൻ അയാൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങളെ മുൻനിർത്തിയാണ് വിജയം അളക്കേണ്ടത്. എല്ലാ മുറിവുകളും ഉണക്കാനുള്ള മരുന്നാണ് സ്നേഹം. എന്നാൽ സ്നേഹം മൂലം ഉണ്ടാകുന്ന മുറിവുണക്കാൻ ലോകത്ത് ഇന്നുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ബാഹ്യരൂപങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള വിധിന്യായങ്ങൾ നടത്തുമ്പോൾ ജാഗ്രതയും സംശയവും വിവേചനവും പുലർത്തേണ്ടതാണ്. ദൂരെ കണ്ടപ്പോൾ മിന്നിത്തിളങ്ങിയവയെല്ലാം അടുത്തെത്തിയാൽ വെറും വളപ്പൊട്ടുകളാണെന്ന് അറിയുന്നത് വലിയ പരാജയം തന്നെയല്ലേ? അവയ്ക്കു വേണ്ടി നഷ്ടപ്പെടുത്തിയ സമയവും സമ്പത്തും സമാധാനവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നുണയുടെയൊക്കെ അഭിനയ മികവിന് വിശ്വാസത്തിന്റെ മനസ്സു കവരാൻ കഴിയും. ചതിയുടെ മുഖമുടി അഴിക്കും വരെയും സത്യം തിരശീലയ്ക്കു പിന്നിൽ മറഞ്ഞിരിക്കും. ആ കപട നാടകത്തിൽ ലയിച്ചുപോയ ജീവിതമൊക്കെ കണ്ണീരുമായി അരങ്ങൊഴിഞ്ഞു പോകും. വിശ്വാസം നോക്കുകുത്തിയായി നിൽക്കുന്ന ഇക്കാലത്തും ഏറ്റവും സുതാര്യമായ മരണം അതാണ് ചതി. ഇന്ന് ഞാൻ മരണത്തെ ഭയക്കുന്നില്ല, സ്നേഹിക്കുന്നവരെ ഭയക്കുന്നു. എന്താണെന്നാൽ മരണത്തെക്കാൾ വേദന ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ വേദനിപ്പിക്കുമ്പോഴാണ്. സ്നേഹമൊരു വല്ലാത്ത മുള്ളാണ്, വിഷമുള്ള മുള്ള്. തുറക്കുമ്പോഴും കൊള്ളുമ്പോഴും പിഴുതെടുക്കുമ്പോഴും വേദനയുണ്ടാകും. പരിഹാസങ്ങൾ താണ്ടി ഇടയ്ക്ക് നാം പിന്നിട്ട വഴിയിലൂടെ ഒരു യാത്ര പോകണം. അത് നമ്മെ നോക്കി പുഞ്ചിരിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ആട്ടിപ്പുറത്താക്കിയവരുടെയും ഓർമ്മകളിലൂടെയാകണം. പരിഹാസങ്ങളിൽ ഒരിക്കലും തളരാതിരിക്കുക. അതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്.